ലേഔട്ട് ഡിസൈൻ്റെ സെക്കൻഡ് മോഡ്യൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈപ്പോഗ്രഫി ഇൻ ലേഔട്ട് ഡിസൈൻ. അതിൽ ഫണ്ടമെൻറ്റൽസ് ഓഫ് ടൈപ്പോഗ്രഫി. എന്താണ് ടൈപ്പോഗ്രഫി? നമ്മൾ എഴുതുന്ന ലെറ്ററിൻ്റെ സ്റ്റൈലിനെ നമുക്ക് ടൈപ്പോഗ്രഫി എന്ന് പറയാം അല്ലേ. Typography in layout design refers to the style, arrangement and appearance of the text on a page. It plays a crucial role in enhancing readability, conveying tone and establishing hierarchy. So, typography is a crucial aspect of design. നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകം തന്നെയാണ് ടൈപ്പോഗ്രഫി. ആൻഡ് ടൈപ്പോഗ്രഫി ഈസ് ഹൗ ടെക്സ്റ്റ് ലുക്സ് വെൻ ഇറ്റ് ഈസ് ഡിസൈൻഡ് ആൻഡ് ഡിസ്പ്ലേഡ്. അനാട്ടമി ഓഫ് എ ലെറ്റർ ഫോംസ്. നമ്മുടെ ടൈപ്പോഗ്രഫീൻ്റെ ഒരു അനാട്ടമിയാണ് പഠിക്കാൻ പോകുന്നത്. വെൻ വി റൈറ്റ് ഓർ ടൈപ്പ് ലെറ്റേഴ്സ്, ഈച്ച് ലെറ്റർ ഹാസ് parts just like our body has head, arms, legs, like that. Typography studies these parts to design clear readable fonts. ഓരോ ലെറ്റേഴ്സിനും ഓരോ അനാട്ടമി നമുക്ക് പറയാനുണ്ട്. അതിൽ വരുന്നതാണ് ഫസ്റ്റ് ബേസ് ലൈൻ, ക്യാപ് ഹൈറ്റ്, എക്സ് ഹൈറ്റ്, അസെൻഡർ, ഡിസെൻഡർ, സെറിഫ്, ഇങ്ങനെ പറയുന്ന പല പാർട്ടുകളുമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നതിൽ. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ബേസ് ലൈൻ ആണ്. Baseline is the invisible horizontal line. The baseline is an imaginary line, not a visible one, that guide the design and placement of letters. The baseline ensures that each character in a line has a consistent bottom element, creating a visual uniform appearance. ഇവിടെ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് വാട്ട് ഈസ് എ ബേസ് ലൈൻ എന്നുള്ളത്. സോ അതിൻ്റെ അടിയിൽ ഒരു റെഡ് ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ. അതിനെയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയുന്നത്. ലെറ്റേഴ്സ് സിറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലേസിനെ നമുക്ക് ബേസ് ലൈൻ എന്ന് പറയാം. ഇത് ഇൻവിസിബിൾ ആയിട്ടൊരു ഹൊറിസോണ്ടൽ ലൈനെയാണ് നമ്മൾ ഈ പറയുന്ന ബേസ് ലൈൻ എന്ന് പറയുന്നത്. വിഷ്വൽ യൂണിഫോം അപ്പിയറൻസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ക്യാപ് ഹൈറ്റ് ആണ്. Cap height is the height of capital letters measured from the baseline to the top of flat capital letters. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബേസ് ലൈൻ മുതൽ ആ ക്യാപിറ്റൽ ലെറ്ററിൻ്റെ ഹൈറ്റ് വരെയുള്ള മെഷർമെൻറ്റിനെയാണ് ക്യാപ് ഹൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന എക്സ് ഹൈറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ക്യാപിറ്റൽ ലെറ്ററിൻ്റെ ബേസ് ലൈൻ മുതൽ ക്യാപിറ്റൽ ലെറ്ററിൻ്റെ ഹൈറ്റ് വരെ വരുന്നതിനെ നമ്മൾ ക്യാപ് ഹൈറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എക്സ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ, ഈ ഒരു എക്സിൻ്റെ ഹൈറ്റുള്ള എല്ലാ സ്മോൾ ലെറ്റർ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ, ഇ, ഒ, എക്സ്, സി, വി, എം, എൻ, ഇവ ഒക്കെ ഒരു എക്സിൻ്റെ ആ ഒരു ലെവലിലുള്ള ഹൈറ്റിലാണ് വരുന്നത്. ആ ഒരു ഹൈറ്റിൽ വരുന്ന സ്മോൾ ലെറ്ററിനെ എല്ലാം നമുക്ക് എക്സ് ഹൈറ്റ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് വരുന്നത് അസെൻഡർ ആണ്. An ascender is the part of a lowercase letter that extends above the x height of the typeface. ഈ എക്സ് ഹൈറ്റിന് മുകളിലേക്ക് വരുന്ന പാർട്ടുകളെ നമുക്ക് അസെൻഡർ എന്ന് വിളിക്കാം. ബി, ഡി, എച്ച്, കെ, എൽ, ഈ പറയുന്ന ലെറ്റേഴ്സൊക്കെ എക്സ് ഹൈറ്റിന് മുകളിലേക്ക് വരുന്ന ലെറ്റേഴ്സാണ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആ റെഡിൽ കൊടുത്തിരിക്കുന്നതിനെ നമുക്ക് അസെൻഡർ എന്ന് പറയാം. എക്സ് ഹൈറ്റിന് മുകളിലേക്ക് വരുന്ന പാർട്ടിനെ അസെൻഡർ എന്ന് വിളിക്കുന്നു. സോ നെക്സ്റ്റ് അപ്പോൾ ഡിസെൻഡർ ആണ്. ഈ പറയുന്ന ബേസ് ലൈനിൻ്റെ താഴോട്ട് പോകുന്ന പാർട്ടുകളെയൊക്കെ നമുക്ക് ഡിസെൻഡർ എന്ന് പറയാം. ജി, പി, ക്യു, വൈ, ഈ ലെറ്റേഴ്സിനെയൊക്കെ നമുക്ക് ഡിസെൻഡർ എന്ന് പറയാം. ബേസ് ലൈനിൻ്റെ താഴെ വരുന്ന ലെറ്റേഴ്സിനെയാണ് നമുക്ക് ഡിസെൻഡർ എന്ന് പറയാവുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് സെറിഫ് ആണ്. Serif typography refers to the typeface decorative line or strokes called serif. നമ്മുടെ പല ലെറ്റേഴ്സിനും ഒരു സ്മോൾ ഡെക്കറേറ്റീവ് പർപ്പസ് അല്ലെങ്കിൽ ഒരു സ്ട്രോക്സ് കാണാൻ പറ്റും അല്ലേ. അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന എസിൻ്റെ അവിടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഡെക്കറേറ്റീവ് ലൈൻസിനെ നമുക്ക് എന്താണ് സെറിഫ് എന്ന് പറയാം. മെയിനായിട്ടും ടൈംസ് ന്യൂ റോമൻ ഫോണ്ടുകളിലൊക്കെയാണ് ഈ പറയുന്ന ആ ഒരു ഡെക്കറേറ്റീവ് ലൈൻസ് കാണാൻ കഴിയുന്നത്. ഇതാണ് അനാട്ടമി ഓഫ് എ ലെറ്റർ ഫോം എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഡെഫിനിഷൻ ഓഫ് ബ്ലീഡ്. എക്സ്റ്റെൻഡിങ് എലമെൻറ്റ് ബിയോണ്ട് ദ പേജ് ബൗണ്ടറി ഫോർ പ്രിൻറ്റിങ്. നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ നേരത്ത് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള വൈറ്റ് സ്പേസ് ഒക്കെ കാണാം അല്ലേ. ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് നോ ബ്ലീഡ് ആൻഡ് ബ്ലീഡ് എന്ന് പറഞ്ഞിട്ട്.
നോ ബ്ലീഡ് എന്ന് പറഞ്ഞതിൽ കൊടുത്തിട്ടുണ്ട്. അൺവാണ്ടഡ് ആയിട്ട് ഒരു വൈറ്റ് എഡ്ജ് അതിൽ കാണാം അല്ലേ. മറ്റൊരു ബ്ലീഡ് ചെയ്ത ഒരു ഇമേജും കൊടുത്തിട്ടുണ്ട്, അതിൽ ആ വൈറ്റ് സ്പേസ് കാണുന്നില്ല. സോ കറക്റ്റ് മാർജിൻ്റെ അവിടെ വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു ബ്ലീഡ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ എന്താണ് ഈ പറയുന്ന വൈറ്റ് എഡ്ജസ് കാണാം. അതേസമയം നമ്മൾ എന്താണ് ബ്ലീഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് എഡ്ജസ് നമുക്ക് ആ ഒരു പ്രിൻറ്റിങ്ങിൽ കാണാൻ സാധിക്കില്ല. കവർ പേജൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ ഈ പറയുന്ന ബ്ലീഡ് ഉപയോഗിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലീഡ് യൂസ് ചെയ്തില്ലെങ്കിൽ ആ ഒരു വൈറ്റ് എഡ്ജസ് ഡിസൈനിങ്ങിൽ കാണാൻ പറ്റും. അതിൽ ഒരു കവർ പേജ് കാണിച്ചിട്ടുണ്ട്, അതിൽ ഫുൾ ആ പിക്ചർ കവറാണ് അല്ലേ. സോ ഈ ബ്ലീഡ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത് മൊത്തം കവറായിട്ട് കിട്ടുന്നത്. അതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പിക്ചേഴ്സ് വെച്ചതായിക്കോട്ടെ, ബ്ലീഡ് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് ഈ വൈറ്റ് എഡ്ജസ് നമുക്ക് അതിൽ കാണാൻ പറ്റില്ല. മെയിനായിട്ട് ഈ പറയുന്ന ബ്ലീഡ് യൂസ് ചെയ്യുന്നത് പ്രിവെൻറ്റ്സ് വൈറ്റ് സ്പേസ് ആഫ്റ്റർ ട്രിമ്മിങ് ഡ്യൂറിങ് പ്രിൻറ്റിങ്. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് റീഡബിലിറ്റി ആൻഡ് ഹൈറാർക്കി ഇൻ ടൈപ്പോഗ്രഫിയാണ്. റീഡബിലിറ്റിയും അതുപോലെ തന്നെ ഹൈറാർക്കിയും ടൈപ്പോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ്. ആൻഡ് ടുഗദർ ദേ ക്രിയേറ്റ് എ യൂസർ ഫ്രണ്ട്ലി ആൻഡ് വിഷ്വലി ഓർഗനൈസ്ഡ് എക്സ്പീരിയൻസ്. സോ ഫസ്റ്റ് വണ്ണായിട്ട് നമുക്ക് റീഡബിലിറ്റിനെ കുറിച്ച് പറയാം. റീഡബിലിറ്റി refers to how easier it is for readers to recognize and understand words, sentence and paragraph in a text. നമുക്കൊരു ടെക്സ്റ്റ് കാണുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മളത് നോട്ടീസ് ചെയ്യുള്ളൂ. ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ റീഡബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ ഫോണ്ട് ചോയ്സ്, ഫോണ്ട് സൈസ്, ലൈൻ സ്പേസിങ്, കോൺട്രാസ്റ്റ്, അലൈൻമെൻറ്റ്, ഇങ്ങനെ പല കാര്യങ്ങൾ ടൈപ്പോഗ്രഫിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ ഫോണ്ട് ചോയ്സ്, യൂസ് ക്ലിയർ ഫോണ്ട് ചോയ്സ്. കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഫോണ്ട് ചോയ്സുകൾ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പ്രിൻ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്കിൽ നമ്മൾ മെയിനായിട്ട് ടൈംസ് ന്യൂ റോമൻ ഒക്കെ ആയിരിക്കും ഫോണ്ട് ചോയ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഡിസൈൻ ആപ്റ്റായിട്ടുള്ള ഒരു ടൈപ്പോഗ്രഫി ഫോണ്ട് ചോയ്സ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ ഫോണ്ട് സൈസ് ആണ്. ടെക്സ്റ്റ് ദാറ്റ്സ് ടു സ്മോൾ ഓർ ടു ലാർജ് റെഡ്യൂസ് റീഡബിലിറ്റി. നമ്മൾ ഫോണ്ട് സൈസ് ചൂസ് ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആയാലും അതുപോലെ തന്നെ വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു ഫോണ്ട് സൈസ് ആണെങ്കിലും നമുക്കത് നമ്മുടെ റീഡബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബോഡി ടെക്സ്റ്റ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നെങ്കിൽ അതിനെപ്പോഴും ഒരു 10 to 12 നമ്മൾ അതിൻ്റെ സൈസ് കൊടുക്കുന്നത്. സോ റീഡബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന ഫോണ്ട് സൈസും. നെക്സ്റ്റ് ലൈൻ സ്പേസിംഗ് ആണ്. സ്പേസ് ബിറ്റ്വീൻ ലൈൻസ് ഇംപ്രൂവ് റീഡിങ് കംഫർട്ട്. നമുക്ക് സ്പേസിങ് ലീഡിങ് എന്നും പറയും. ഈ സ്പേസിങ്ങും ഈ പറയുന്ന റീഡബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ആ ലൈൻസിൻ്റെ ഇടയ്ക്കൊരു സ്പേസ് വരുന്നത് നമ്മുടെ റീഡബിലിറ്റിക്ക് കംഫർട്ട് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ആൻഡ് നെക്സ്റ്റ് വൺ കോൺട്രാസ്റ്റ് ആണ്. മെയിൻറ്റെയിനിങ് സ്ട്രോങ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ടെക്സ്റ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ ഒരേ കളർ ബാക്ക്ഗ്രൗണ്ടും ആ ഒരു ഷെയ്ഡിലുള്ള ടെക്സ്റ്റുമാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. എപ്പോഴും നമ്മളൊരു കോൺട്രാസ്റ്റ് കളർ ആയിരിക്കും അതിന് മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ടെക്സ്റ്റിന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു രീതിക്കായിരിക്കും നമ്മളെപ്പോഴും ഡിസൈനിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് റീഡബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ്. അത് റീഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. സോ മെയിനായിട്ട് അലൈൻമെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ്. ഇതൊക്കെയാണ് റീഡബിലിറ്റിയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഹൈറാർക്കി ആണ്. ഹൈറാർക്കി ഇൻ ടൈപ്പോഗ്രഫി ഈസ് അബൌട്ട് ഓർഗനൈസിങ് ടെക്സ്റ്റ് വിഷ്വലി ടു ഗൈഡ് ദ റീഡേഴ്സ് അറ്റൻഷൻ. It helps the viewers understand which information is most important and how to navigate through the content. നമ്മുടെ കോണ്ടന്റിനെ നാവിഗേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു വിഷ്വലി നമ്മളെ ഗൈഡ് ചെയ്യുകയാണ്
ഈ പറയുന്ന ഹൈറാർക്കി ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ സൈസ്, വെയിറ്റ്, കളറ്, സ്റ്റൈല്, സ്പേസിങ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ന്യൂസ് പേപ്പറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലെ ആ ഒരു ഹൈറാർക്കി ന്യൂസ് പേപ്പറിൽ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണ് ഹെഡിങ്ങിന്, സബ് ഹെഡ്, ബോഡി ഇതൊക്കെ എന്താണ് ഒരു ഹൈറാർക്കി ഫോളോ ചെയ്യുന്ന ഒന്നാണ്. അതിന് സൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ലാർജ് ടെക്സ്റ്റ് അട്രാക്ട് മോർ അറ്റൻഷൻ. നേരത്തെ പറഞ്ഞു ഹെഡ്ലൈന്, സബ്, ബോഡി ടെക്സ്റ്റ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒക്കെ സൈസ് വേറെ വേറെ ആയിരിക്കും അല്ലേ. പെട്ടെന്ന് നമ്മൾ എന്താണ് ആ ഹെഡിങ്ങിലേക്കായിരിക്കും നമ്മൾ ഫോക്കസ് പോവുക, പിന്നെ സബ് ഹെഡിങ്ങിലേക്കായിരിക്കും, പിന്നെ ആയിരിക്കും ടെക്സ്റ്റിൽ ബോഡി ടെക്സ്റ്റിലേക്ക് പോവുക. നെക്സ്റ്റ് വെയിറ്റ് ആണ്. യൂസ് ബോൾഡ് ഓർ ലൈറ്റ് വേരിയേഷൻസ് ടു എംഫസൈസ് കീ പോയിന്റ്സ്. നമ്മൾ ബോൾഡും കാര്യങ്ങളൊക്കെ കൊടുക്കും. എന്താണ് പെട്ടെന്ന് നമ്മുടെ കീ പോയിന്റ്സ് എംഫസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഈ പറയുന്ന വെയിറ്റ് കൊടുക്കും. ബോൾഡ് ഓർ ലൈറ്റ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് കളറാണ്. ഹൈലൈറ്റ് ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് യൂസിങ് കളർ കോൺട്രാസ്റ്റ്. ഇത് പറഞ്ഞ ന്യൂസ് പേപ്പറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ചില ന്യൂസ് പേപ്പറുകളിൽ മെയിൻ ഹെഡിങ് റെഡിലായിരിക്കും കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. സ്റ്റൈല്. ഇറ്റാലിക് ഓർ അണ്ടർലൈൻ ക്യാൻ ഡിഫറൻഷിയേറ്റ് എലമെൻറ്റ്സ് ഓർ ഷോ എംഫസിസ്. നമുക്കൊരു സ്റ്റൈലിന് ഇറ്റാലിക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് നോട്ടീസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ സ്പേസിങ്. മോർ സ്പേസ് എറൗണ്ട് ഹെഡ്ലൈൻസ് സെപ്പറേറ്റ് ദം ഫ്രം ദ ബോഡി ടെക്സ്റ്റ്, ഇംപ്രൂവിങ് ക്ലാരിറ്റി. നമുക്കൊരു ബോഡി ടെക്സ്റ്റിൽ നിന്നും കുറച്ചൊരു സെപ്പറേഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ റീഡബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ടൈപ്പ് സ്പേസ് ആണ്. യൂസ് നോ മോർ ദാൻ 2 or 3 ഫോൺസ്, 1 ഫോർ ഹെഡിങ് ആൻഡ് അനദർ ഫോർ ബോഡി ടെക്സ്റ്റ്. നമ്മളെന്താണ് ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു 1, 2, 3 ടൈപ്പ് ഫേസുകളായിരിക്കും മെയിനായിട്ട് കൊടുക്കുന്നത്. എന്താണ് ഈ പറയുന്ന ഹെഡിങ്ങിനും അതുപോലെ തന്നെ ബോഡിക്കും ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ നമ്മളൊരു ടൈപ്പ് ഫേസിൽ 2 3 ടൈപ്പ് ഫേസുകളായിരിക്കും കൊടുക്കുന്നത്. ഹെഡ്ലൈനിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ഹെഡിങ്ങിൽ കൊടുക്കുന്ന ആ ടൈപ്പ് ഫേസ് ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ബോഡിയിൽ കൊടുക്കുക. അപ്പോൾ അതിനൊക്കെ എന്താണ് ഈ ഹൈറാർക്കി ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. റീഡേഴ്സിനെ അറ്റൻഷൻ പിടിച്ചു പറ്റാനും അതുപോലെ തന്നെ നമ്മുടെ ഐനെ ഗൈഡ് ചെയ്യാനൊക്കെ ഈ ഹൈറാർക്കി നമ്മൾ യൂസ് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ടൈപ്പോഗ്രഫി ടെക്നിക്സ് ആണ്. ലീഡിങ്, കേണിങ്, ട്രാക്കിംഗ് ഇവയാണ് മെയിൻ ടെക്നിക്സ് ആയിട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലീഡിങ്. ലീഡിങ് റെഫേഴ്സ് ടു ദ വെർട്ടിക്കൽ സ്പേസ് ബിറ്റ്വീൻ ലൈൻസ് ഓഫ് ടെക്സ്റ്റ്. അതായത് ലീഡിങ് എന്ന് പറഞ്ഞാൽ 2 ലൈൻസുകളുടെ ഇടയിൽ വരുന്ന സ്പേസിനെയാണ് നമ്മൾ ലീഡിങ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻ and it affects how easily the text can be read and how open or crowded it looks. Proper leading improve readability and give a clean balanced look. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലീഡിങ്ങിന് നമുക്ക് റീഡബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലീൻ ആൻഡ് ബാലൻസ്ഡ് ആയിട്ട് തോന്നാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് കേണിങ്. Kerning is the adjustment of space between individual letters to make text look visually balanced. 2 ലെറ്റേഴ്സുകൾക്കിടയിൽ വരുന്ന സ്പേസിനെയാണ് നമ്മൾ കേണിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് എസ്തെറ്റിക്കൽ അപ്പീൽ ആൻഡ് ലെറ്റർ സ്പേസിങ് കൺസിസ്റ്റൻസി. നമുക്ക് ഓരോ ലെറ്റേഴ്സിൻ്റെ ഇടയിലും നമുക്ക് സ്പേസ് വരുന്നുണ്ട്. ഇൻഡിവിജ്വൽ ലെറ്റേഴ്സിനെ ഇടയിൽ വരുന്ന ഒരു സ്പേസിനെ നമുക്ക് കേണിങ് എന്ന് പറയാം. ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് ട്രാക്കിംഗ്. ട്രാക്കിംഗ് മീൻസ് ദ ഓവറോൾ സ്പേസിംഗ് ബിറ്റ്വീൻ ഓൾ ലെറ്റേഴ്സ് ഇൻ എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ്. ഒരു ഓവറോൾ ലെറ്റേഴ്സ് വരുന്ന സ്പേസിനെയാണ് നമ്മൾ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് യൂസ് ടു ക്രിയേറ്റ് ഡിഫറെൻറ്റ് മൂഡ്. ടൈറ്റ് ട്രാക്കിംഗ് ഫീൽസ് കോമ്പാക്ട്, ലൂസ് ട്രാക്കിംഗ് ഫീൽസ് റിലാക്സ്ഡ്, ലൈക്ക് ദാറ്റ്. ഓക്കെ, ഈ ട്രാക്കിങ്ങും അതുപോലെ തന്നെ കേണിങ്ങും തമ്മിൽ മാറിപ്പോവരുത്. കേണിങ് എന്ന് പറയുന്നത് ലെറ്റേഴ്സുകൾക്കിടയിൽ വരുന്ന സ്പേസ് ആണ്. ആൻഡ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് ഓവറോൾ സ്പേസ് ബിറ്റ്വീൻ all letters in a block of text. Our next topic is interacting typography with layout design. ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഡിസൈനിൽ. ഇൻട്രാക്റ്റിംഗ് ടൈപ്പോഗ്രഫി വിത്ത് ലേഔട്ട് ഡിസൈൻ.
റീഡബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഒരു വിഷ്വൽ അപ്പീലിനും ഒരു ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഈ പറയുന്ന ടൈപ്പോഗ്രഫി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടൈപ്പോഗ്രഫി വേർഡ്സ് വിത്ത് ലേഔട്ട് ഡിസൈൻ ടു ഗൈഡ് ദ റീഡേഴ്സ് ഐ ക്രിയേറ്റ് ഹയറാർക്കി ആൻഡ് ഇംപ്രൂവ് റീഡബിലിറ്റി ആൻഡ് വിഷ്വൽ അപ്പീൽ. വിഷ്വൽ ഹയറാർക്കി നമ്മൾ ഈ സൈസും വെയിറ്റും കളേഴ്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു വിഷ്വൽ ഹയറാർക്കി നമുക്ക് ടൈപ്പോഗ്രഫിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പഠിച്ച സ്പേസിങ്ങും ലീഡിങ്ങും കേണിങ്ങും ട്രാക്കിങ്ങും എന്താണ് റീഡബിലിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ലെറ്റർ സ്പേസിങ്ങിനും സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഒരു വൈറ്റ് സ്പേസിനും ക്ലാരിറ്റിക്കും ഒക്കെ നമ്മൾ ഈ പറയുന്ന സ്പേസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് യൂസ് ഡിഫറെൻറ്റ് ഇൻ സൈസ് വെയിറ്റ് ഓർ സ്റ്റൈൽ. അതുപോലെ തന്നെ ബോൾഡ് ലൈറ്റ് ഈ പറയുന്ന ഒരു കോൺട്രാസ്റ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡിസൈനിൽ ടൈപ്പോഗ്രഫി ഒരു നല്ലൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഫോണ്ട് സൈസ് ആയാലും അലൈൻമെൻ്റ് ആയാലും നമ്മുടെ ഈ ലേഔട്ട് ഡിസൈനിൽ ടൈപ്പോഗ്രഫി ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അപ്പം നമ്മൾ ഈ മൊഡ്യൂളിൽ കവർ ചെയ്തിരിക്കുന്നത് ടൈപ്പോഗ്രഫീനെ പറ്റിയാണ്. ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത് ലേഔട്ട് ഡിസൈനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ഓരോ ലെറ്റേഴ്സിൻ്റെയും അതിൻ്റെ ഇടയിൽ വരുന്ന സ്പേസിൻ്റെയും ഹയറാർക്കിയും ഫോണ്ടും സൈസും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ റീഡബിലിറ്റിനെയും ഒരു ഡിസൈൻ അട്രാക്റ്റീവ് ആവുന്നതിനെയും വ്യൂവേഴ്സിൻ്റെ ഐ ഗൈഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത്.